കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയിൽ മുസ്ലിം ലീഗിന് കടുത്ത അതൃപ്തി. പരസ്യ ചർച്ചകൾ ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കുന്നുവെന്ന് തുറന്നടിക്കുകയാണ് മുസ്ലിം ലീഗ്. പൊരുവെയിലത്ത് പ്രവർത്തിച്ച ആയിരക്കണക്കിന് പ്രവർത്തകരുണ്ട്. അവരെ നിരാശരാക്കുന്നതാണ് ഇപ്പോഴത്തെ ചർച്ചയെന്ന് PMS സലാം പ്രതികരിച്ചു. ചർച്ച പുറത്തു വരുന്നത് പൊതുസമൂഹത്തിൽ വിടുന്നത് ശരിയല്ല, ഒരു ഉചിതമായ നടപടിയല്ല എന്ന് മുസ്ലിം ലീഗ് ഉറച്ചു വിശ്വസിക്കുകയാണ്. കാരണം ഇതിനു വേണ്ടി ഈ കൊടും ചൂടത്ത് വെയിൽ കൊണ്ട ഒരുപാട് പ്രവർത്തകരുണ്ട്. ലക്ഷക്കണക്കിന് UDFൻ്റെ പ്രവർത്തകർ ചെയ്ത മഹാത്യാഗമുണ്ട്. ആ ത്യാഗത്തിനെ വിസ്മരിക്കലാണ് ഇതൊരു തർക്കത്തിലേക്ക് പൊതുരംഗത്തേക്ക് കൊണ്ടുവരിക എന്നത്. വോട്ടർമാരുടെ ഇടയിലും UDF പ്രവർത്തകരുടെ ഇടയിലും നൈരാശ്യമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് നേതാക്കൾ പോകരുത് എന്നാണ് മുസ്ലിം ലീഗിൻ്റെ ഒരു പൊതു അഭിപ്രായം. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഹീദ്, ആദ്യഘട്ടത്തിൽ ഇങ്ങനെ ഒരു ചർച്ചയില്ല എന്ന് പറഞ്ഞൊരു സംരക്ഷണ കവചം ഒരുക്കാൻ ശ്രമിച്ച ലീഗ് പോലും അതൃപ്തി പരസ്യമായി പ്രകടിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നു കോൺഗ്രസിലെ ഈ ചർച്ച. ദിവിഷ്, തീർച്ചയായും അങ്ങനെ തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. കഴിഞ്ഞ 2 ദിവസങ്ങളായി അന്തരീക്ഷത്തിൽ ഉയരുന്ന ഈ ചർച്ചകളിൽ ലീഗ് വളരെ അസ്വസ്ഥമായിരുന്നു. അത് പരസ്യമായി കഴിഞ്ഞ ദിവസം PK കുഞ്ഞാലിക്കുട്ടിയും കോൺഗ്രസിനെ അങ്ങനെ പ്രതിരോധിക്കാൻ, അത്തരം ചർച്ചകളൊന്നുമില്ല എന്ന് പ്രതിരോധിക്കാൻ ശ്രമിച്ചുവെങ്കിൽ കൂടി ലീഗിനകത്ത് വലിയ അസന്തുഷ്ടിയും അതൃപ്തിയും രോഷവും ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു തുറന്ന പ്രകടനമായി മാറി. ഇന്ന് PMS സലാമിൻ്റെ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അദ്ദേഹം അക്കാര്യം തുറന്നു പറഞ്ഞു. പൊതുജനങ്ങളെ വളരെ നിരാശരാക്കുന്നതാണ് ലീഗിൻ്റെ മുസ്ലിം ലീഗിനകത്ത് കോൺഗ്രസിനകത്ത് ഇപ്പോൾ നടക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ. അതിന് മുസ്ലിം ലീഗ് കാണുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രവർത്തകർക്കിടയിലുള്ള ചർച്ചയായല്ല മുസ്ലിം ലീഗ് കാണുന്നത്. നേതൃതലത്തിൽ തന്നെ പ്രത്യേകിച്ചും KC വേണുഗോപാലിൻ്റെയും VD സതീശനും അങ്ങനെ ചേരിതിരിഞ്ഞുള്ള ചർച്ചകൾ നടക്കുന്ന നേതൃത്വത്തിന്റെ തന്നെ ആശീർവാദത്തോടു കൂടിയാണ് എന്ന് ലീഗ് കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് PMS സലാമിൻ്റെ വാക്കുകൾ ഇത്തരം ചർച്ചകളിൽ നേതൃത്വം പിൻതിരിയണം എന്ന് പറഞ്ഞുകൊണ്ട് നേതൃത്വത്തിലേക്കാണ് സലാമിൻ്റെ ലീഗിൻ്റെ വിമർശനം പോകുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. പലപ്പോഴും മുൻ KPC പ്രസിഡന്റ് K സുധാകരൻ പരസ്യമായി തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയതാണ്. ഇത്തരം ചർച്ചകൾ നടക്കുമ്പോൾ നേതാക്കന്മാർ അതിനെ കൃത്യമായി ഇടപെട്ട് അതിനെ നിഷേധിക്കാനോ പിന്തിരിപ്പിക്കാനോ ശ്രമിക്കുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇതിൽ ലീഗിനകത്ത് വലിയ അസന്തുഷ്ടിയും അസ്വസ്ഥതയുമുണ്ട്. അതിനൊപ്പമാണ് കഴിഞ്ഞ ദിവസം മുൻ മന്ത്രി കൂടിയായ വണ്ടൂർ MLA AP അനിൽകുമാർ കഴിഞ്ഞ ദിവസം പാണക്കാട് എത്തി മുസ്ലിം ലീഗ് നേതാക്കന്മാരെ കാണാനെത്തിയിരുന്നു. ഇതുമായി കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ നടക്കുന്ന ചേരിതിരിഞ്ഞുള്ള KC വേണുഗോപാലിന് വേണ്ടിയും VD സതീശന് വേണ്ടിയുള്ള ചേരിതിരിഞ്ഞുള്ള ഇത്തരം ചർച്ചകൾ, ക്യാമ്പയിനുകൾ അതിലൊരു ലീഗിനെ ഒരു പക്ഷത്ത് ചേർക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ സ്വാധീനിക്കാൻ വേണ്ടിയാണ് AP അനിൽകുമാർ വന്നത് എന്നുള്ളൊരു വിമർശനം മുസ്ലിം ലീഗിനകത്ത് ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട്. AP അനിൽകുമാർ വന്നപ്പോൾ തന്നെ ലീഗ് അക്കാര്യത്തിലുള്ള തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചു എന്നാണ് നേതാക്കന്മാർ അപ്പോൾ തന്നെ അറിയിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇത്തരം ചേരിതിരിഞ്ഞുള്ള ചർച്ചകൾക്കുള്ള സമയമല്ല ഇത്. ഇത്തരം ചർച്ചകളിൽ ലീഗിനെ കക്ഷി ചേർക്കേണ്ടതില്ല എന്ന് അനിൽകുമാറിനോട് നേരിട്ട് പറഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. AP അനിൽകുമാർ KC വേണുഗോപാലിൻ്റെ വിശ്വസ്തനാണ്, കേരളത്തിലുള്ള അടുത്ത ബന്ധമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ KC വേണുഗോപാലിന് വേണ്ടിയാണ് അത്തരമൊരു നീക്കം നടത്തിയത്. AP അനിൽകുമാർ പാണക്കാട് എത്തിയെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ലീഗ് നേതൃത്വം അക്കാര്യത്തിൽ തങ്ങളുടെ പ്രതിഷേധം AP അനിൽകുമാർ അപ്പോൾ തന്നെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ തുറന്ന പ്രതിഷേധത്തിലേക്ക് ലീഗ് പോകുന്നു എന്നുള്ളതാണ്. ലീഗ് അത് ചൂണ്ടിക്കാണിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യങ്ങളുമുണ്ട്. അതായത് മുസ്ലിം ലീഗ് പ്രവർത്തകർ, കോൺഗ്രസ് പ്രവർത്തകർ, UDF പ്രവർത്തകർ ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിന് നേരിട്ട ശേഷം ഇങ്ങനെ ചേരിതിരിഞ്ഞ് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള വിഴുപ്പലക്കൽ ഇതൊട്ടും ശരിയായ നടപടിയല്ല. പ്രവർത്തകരോട് കാണിക്കുന്ന വലിയ മോശമാണ്, അവരെ പ്രവർത്തകർ നിരാശരാക്കുന്നതാണെന്ന് പറഞ്ഞ് ലീഗിന്റെ നിലപാട് പ്രവർത്തകരുടെ ഒരു ആത്മവിശ്വാസത്തെ കെടുത്തുന്ന വിധമാണ് ഈ ചർച്ചകൾ എന്ന് തന്നെയാണ് ലീഗ് വ്യക്തമാക്കുന്നത്.